നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. എത്രത്തോളം വികലമായ ഒരു പ്രചാരണമാണെന്നോ മഹാബലിയുടെ മോക്ഷപ്രാപ്തിയെക്കുറിച്ച് മലയാളികൾ തലമുറകളായി വിശ്വസിച്ചു പോരുന്നത്. സംസ്കാരത്തെ അവഹേളിക്കുന്ന വികലവും ശാസ്ത്രവിരുദ്ധവുമായ പ്രചാരണമാണിത്. സർവസമ്മതനായ കീഴാള രാജാവായ മഹാബലിയെ ആര്യനായ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് ഒരു പ്രചാരണം. സത്കർമ്മങ്ങൾ ചെയ്തും യാഗങ്ങൾ ചെയ്തും തപസ്സനുഷ്ഠിച്ചും ഭഗവത് ദർശനത്തിനും മോക്ഷപ്രാപ്തിക്കും അർഹനായ മഹാബലിയിൽ അവശേഷിച്ച ഗർവ് ശമിപ്പിക്കുന്നതിനാണ് ബലിയുടെ യജ്ഞശാലയിലേക്ക് വാമനമൂർത്തി എത്തുന്നത്. വാമനന്റെ മുന്നിൽ തൊഴുകൈയോടെ നിന്ന ബലി ചോദിച്ചത്, എന്നിൽ നിന്ന് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു. മോക്ഷപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന ബലിയുടെ ഗർവമടക്കാനെത്തിയ ഭഗവാൻ ബലി പിറന്ന അസുരവംശത്തെ പ്രശംസിച്ചു. എന്നിട്ട് 3 അടി മണ്ണ് മാത്രം ആവശ്യപ്പെട്ടു. വിശ്വത്തിനും മുഴുവൻ അധിപനായ എന്നോട് എന്താണ് 3 അടി മണ്ണ് മാത്രം ചോദിക്കുന്നത്? അങ്ങയ്ക്ക് ബുദ്ധിയില്ലേ എന്നാണ് ബലി തിരിച്ചു ചോദിക്കുന്നത്. യാഗപുണ്യം കൊണ്ട് ഭഗവത് ദർശനം ലഭിച്ചിട്ടും ബലിയിൽ അഹങ്കാരബോധം ഒഴിയുന്നില്ല. ബലിയുടെ ചോദ്യത്തിന് മറുപടിയായി വാമനൻ പറഞ്ഞത്, 3 അടി മണ്ണ് കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ 3 ലോകങ്ങൾ കൊണ്ടും തൃപ്തിപ്പെടില്ല എന്ന പ്രസിദ്ധമായ സൂക്തമാണ്. തുടർന്ന് ബലി ഉദകദാനത്തിന് ജലം നൽകുന്നതിന് മുതിർന്നു. അപ്പോൾ ശുക്രാചാര്യർ വിളിച്ചു പറഞ്ഞു, കൊടുക്കരുത്, ഇത് ഹരിയാണ് എന്ന്. ഇങ്ങനെ ശുക്രാചാര്യരെ കൊണ്ട് പറയിപ്പിച്ചതും ഭഗവാൻ തന്നെ. ബലിയിലുള്ള ഭഗവാന്റെ അവസാന പരീക്ഷണമായിരുന്നു ദാനം ചോദിക്കൽ. തുടർന്ന് നമുക്ക് മാർഗദീപമാകുന്ന ഗുരുവചനം കേൾക്കാം. ഈശ്വരനോട് ഹൃദയം തുറക്കാനും അവിടുത്തോട് ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനും ഏറ്റവും ഉത്തമമായ സാധനയാണ് പ്രാർത്ഥന. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. किं ब्रूमस्तव साहसं पशुपते कस्यास्ति शम्भो भवद्धैर्यं चेदृशमात्मन स्थितिरियं चान्ये कथं लभ्यते भ्रश्यद्देवगणं त्रसन्मुनिगणं नश्यत् प्रपञ्चं लयं पश्यन्निर्भय एक एव विहरत्यानन्दसान्द्रो भवान्. സന്ധ്യാദീപം. ഇനി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനം ചെയ്യുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. മരണം ഓരോ വ്യക്തിയിലും ഭയം ജനിപ്പിക്കുന്നു.
ഒരു പ്രളയകാലം വന്നടുക്കുമ്പോൾ സർവ്വതും വിലയിക്കുമെന്ന ഭീതിയിൽ മുനിഗണങ്ങളും ദേവഗണങ്ങളും ഭയചകിതരാകുന്നു. ഇതൊക്കെ കാണുമ്പോൾ അലയോ പശുപതേ, അങ്ങ് നിർഭയനായി ഇരിക്കുന്നു, ആനന്ദ നൃത്തം ചെയ്യുന്നു. അങ്ങയുടെ ധൈര്യവും സഹനവും ആത്മനിഷ്ഠയും എങ്ങനെ വിവരിക്കുമെന്ന് സ്തുതിക്കുന്ന ശിവാനന്ദലഹരിയിലെ 34-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 33 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. 34-ാമത്തെ ശ്ലോകം കിം ബ്രൂമസ്തവ സാഹസം പശുപതേ കസ്യാസ്തി ശംഭോ ഭവത് ധൈര്യം ചേദൃശമാത്മനസ്ഥിതിരിയം ചന്യൈ കഥം ലഭ്യതേ. ഹേ പശുപതേ, അല്ലയോ പശുപതേ, കിം ബ്രൂമഃ തവ സാഹസം, തവ സാഹസം കിം ബ്രൂമഃ, നിൻ്റെ സാഹസം നമ്മൾ എന്ത് പറയാനാണ്? സാമർഥ്യം, ധൈര്യം, അവിചലമായ ധൈര്യം, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല എന്ന് ഭാവം. അതേ കാരണം മാത്രമല്ല, കസ്യാസ്തി ശംഭോ ഭവദ്ധൈര്യം ച ഈദൃശം ആത്മനഃ ഇയം സ്ഥിതിഃ അന്യൈഃ കഥം ലഭ്യതേ. അങ്ങയുടെ സാഹസത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? ഭവദ്ധൈര്യം, ഭവാന്റെ ധൈര്യം, ഈദൃശം, ഇപ്രകാരമുള്ള ഭവാന്റെ ധൈര്യം, അതുപോലെ ആത്മനഃ സ്ഥിതിഃ, ഭവാന്റെ ആത്മസ്ഥിതി, അന്യൈഃ കഥം ലഭ്യതേ, മറ്റുള്ളവരാൽ എങ്ങനെ ലഭിക്കപ്പെടും, എങ്ങനെ നേടപ്പെടും? മറുപടി, മറ്റാരാലും ലഭിക്കപ്പെടില്ല. ഹേ പശുപതേ, ഹേ ശംഭോ, അങ്ങയുടെ സാഹസം, അങ്ങയുടെ ധൈര്യം, അങ്ങയുടെ ആത്മനിഷ്ഠ, ആത്മസ്ഥിതി, ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? ഇത് മറ്റാർക്ക് ലഭിക്കും? മറ്റാർക്കും ലഭിക്കില്ല എന്ന് ഭാവം. എന്തേ അങ്ങനെ പറയാൻ കാരണം? പറയുകയാണ്, ഭ്രശ്യദ്ദേവഗണം ത്രസന്മുനിഗണം നശ്യത് പ്രപഞ്ചം ലയം പശ്യൻ നിർഭയ ഏക ഏവ വിഹരത്യാനന്ദ സാന്ദ്രോ ഭവാൻ. ഭ്രശ്യദ്ദേവഗണം, ഭ്രംശിക്കപ്പെടുന്ന ദേവഗണത്തെ, ത്രസന്മുനിഗണം, ത്രാസത്തോടുകൂടിയ ഭയത്തോടുകൂടിയ മുനിഗണത്തെ, നശ്യത് പ്രപഞ്ചം ലയം, ലയത്തിൽ നശിക്കുന്നതായ പ്രപഞ്ചത്തെ കണ്ട് നിർഭയനായി, ഏകയേവ, ഏകനായി, ആനന്ദസാന്ദ്രനായി, ഘനാനന്ദത്തിൽ വിലയിച്ചുകൊണ്ട് ഭവാൻ അങ്ങ് വിഹരതി, വിഹരിക്കുന്നുവല്ലോ. ഇത് നോക്കി കണ്ടു കഴിഞ്ഞാൽ അങ്ങയുടെ ധൈര്യവും സാഹസവും ആത്മസ്ഥിതിയും എങ്ങനെ വർണ്ണിക്കേണ്ടു? ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല എന്നർത്ഥം. അല്പം കൂടി വിസ്തരിക്കാം. ആവിർഭവിക്കുന്ന അല്ലെങ്കിൽ ആവിർഭവിച്ച പ്രപഞ്ചം മുഴുവൻ വിലയിക്കും. ജനിക്കുന്ന വ്യക്തി മരിക്കുന്ന പോലെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ തന്നെ പ്രളയമുണ്ട്. അങ്ങനെ പ്രളയകാലം വന്നടുക്കുമ്പോൾ സൃഷ്ടമായിരിക്കുന്ന ജീവരാശികൾ മുഴുവൻ വിലയിക്കുന്ന അവസ്ഥയാണ്. തിര്യക്കുകൾ മുതൽ അങ്ങോട്ട് ബ്രഹ്മാവ് വരെ എല്ലാ ഭൂതങ്ങളും വിലയിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് മരണമെന്ന പ്രതിഭാസം ഭയത്തെ ജനിപ്പിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ വ്യക്തികളുടെ മരണം കാണുമ്പോഴും തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനാൽ ഭീതനാവുകയും ചെയ്യുന്നു മനുഷ്യൻ.
തൻ്റെ മുമ്പിൽ അനേക മരണങ്ങൾ ഒന്നിച്ച് സംഭവിക്കുമ്പോൾ കൂടുതൽ അവന് വ്യാകുലത വരുന്നു. എങ്കിൽ ഈ പ്രപഞ്ച മഹാനാടകത്തിൻ്റെ ഒരു രംഗം പരിസമാപിക്കുമ്പോൾ, അതായത് ഒരു കൽപ്പകാലം വന്നടുക്കുമ്പോൾ, കൽപ്പാന്തകാലം വരുമ്പോൾ പ്രളയം വരികയായി. ആ പ്രളയത്തിൽ ഒന്നൊന്നായി ജീവരാശികൾ ഇല്ലാതാവുകയാണ്. ഈ സമയത്ത് മുനിഗണങ്ങൾക്ക് ഭയം, കാരണം അവരെല്ലാം നശിക്കാൻ പോവുകയാണ്, വിലയിക്കാൻ പോവുകയാണ്. ദേവഗണങ്ങൾ സ്ഥാനങ്ങളിൽ നിന്ന് പ്രച്യുതരായി, ദേവഗണങ്ങളും വിലയിക്കുന്നു. അങ്ങനെ ദേവഗണങ്ങളും മുനിഗണങ്ങളും എല്ലാം വിലയിക്കുകയാണ്, ഭീതരാവുകയാണ്, ഭ്രംശിക്കപ്പെടുകയാണ്. കാരണം പ്രളയകാലമായി. ഇങ്ങനെ ലോകം മുഴുവൻ വിലയത്തെ പ്രാപിക്കുന്ന സന്ദർഭത്തിലും ഇതിനെല്ലാം കാണുന്നവനായ അങ്ങ് പശ്യൻ, ഇതിനെല്ലാം കാണുന്നവനായ അങ്ങ് നിർഭയനായിട്ട്, ഇതിനാലൊന്നും ബാധിക്കപ്പെടാതെ ഏകയേവ വിഹരതി, ഏകനായി വിഹരിക്കുന്നു, ആനന്ദ നൃത്തം ചെയ്യുന്നു. ഏകയേവ വിഹരതി, ആനന്ദസാന്ദ്ര, സാന്ദ്രമായ ഘനീഭൂതമായ ആനന്ദത്തിൽ. ഇത് കാണുമ്പോൾ അങ്ങയുടെ സാഹസത്തെയും അങ്ങയുടെ ധൈര്യത്തെയും അങ്ങയുടെ ആത്മസ്ഥിതിയെയും കുറിച്ച് എന്ത് പറയാനാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ ഭാഗം നമുക്കൊന്നുകൂടി ചിന്തിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഘടനാവിശേഷത്തിൽ ഏറ്റവും വൈശേഷികമായിട്ടുള്ളൊരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു ഘടനയാണ് ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരം എന്ന് പറയുന്നത്. ധ്വജസ്തംഭം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ്. ക്ഷേത്രത്തിൻ്റെ പുറത്ത് നമുക്ക് ഗോപുരത്തിൽ നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ കൊടിമരത്തെ ആയിരിക്കും. ഈ കൊടിമരം എന്ന് പറയുന്നത്, ഈ കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ദേവൻ്റെ വാഹനത്തെ തന്നെയാണ്. ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ ആ കൊടിമരത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ഗരുഡനെയാണ്. ശിവക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ ആ കൊടിമരത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് നന്ദി അല്ലെങ്കിൽ വൃഷം എന്ന് പറയുന്ന ദേവൻ്റെ വാഹനത്തെയാണ്. ഓരോ ദേവനും അനുസരിച്ച് ഇത്തരത്തിൽ വാഹനത്തിന് വ്യത്യാസമുണ്ട്. ദുർഗയാണെന്നുണ്ടെങ്കിൽ സിംഹമാണ്, ശാസ്താവാണെന്നുണ്ടെങ്കിൽ അശ്വമാണ്, അതായത് കുതിര. ഗണപതിയാണെന്നുണ്ടെച്ചാൽ നമുക്കറിയാം മുഷുകനാണ്. സുബ്രഹ്മണ്യനാണെന്നുണ്ടെങ്കിൽ കോഴി അല്ലെങ്കിൽ മയിൽ, രണ്ടിനെയും കാണാറുണ്ട് കേരളത്തിൽ. വാഹനൻ എന്നുള്ളൊരു പദത്തിലും സുബ്രഹ്മണ്യനെ പരാമർശിക്കാറുണ്ട്, മയൂരവാഹനായിട്ടും പരാമർശിക്കാറുണ്ട്. ഇത് രണ്ടുമുള്ള സമ്പ്രദായങ്ങളുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. ഇതുപോലെ തന്നെ ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളെയാണ് ഈ കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത്. ഇതിന് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഘടനയിൽ മാത്രമാണ് നമുക്ക് ഈ വാഹനപ്രതിഷ്ഠ, അതായത് കൊടിമരത്തിൻ്റെ മുകളിൽ വാഹനപ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കുക. അതല്ലാതെ എല്ലാ ക്ഷേത്രങ്ങളിലും വാഹനത്തിൻ്റെ സാന്നിധ്യത്തെ സങ്കല്പം ചെയ്യാറുണ്ട്. നമുക്ക് ശിവക്ഷേത്രങ്ങളിൽ കുറച്ചുകൂടി പ്രകടമായിട്ട് നമുക്ക് പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്. മണ്ഡപത്തിൽ ഒരു നന്ദിയെ അല്ലെങ്കിൽ ഈ ദേവൻ്റെ വാഹനമായ ഋഷഭനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ പല സ്ഥലത്തും നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും മഹാവിഷ്ണുവോ അല്ലെങ്കിൽ മറ്റ് ദേവന്മാർക്കോ പ്രത്യേകിച്ച് പ്രതിഷ്ഠ ഇല്ലെങ്കിൽ കൂടിയും മണ്ഡപത്തിൽ ദേവൻ്റെ വാഹനത്തെ സങ്കല്പം ചെയ്യുന്ന ഒരു സാന്നിധ്യം, അത് പ്രതിഷ്ഠിക്കാതെ തന്നെ ദേവൻ്റെ വാഹനം അവിടെ സാന്നിധ്യം ചെയ്യുന്നു എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഓരോ ക്ഷേത്രത്തിലും നമുക്ക് ഈ വാഹനത്തെ കാണാം. ഇതിന് പുറമെ മഹാക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിന് പുറമെ ഈ മണ്ഡപത്തിലിരിക്കുന്ന വാഹനത്തിന് പുറമെ ഈ കൊടിമരത്തിൻ്റെ മുകളിൽ കൂടി ഈ വാഹനത്തെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. ഉത്സവകാലത്ത് കൊടിക്കൂറയിലേക്ക് ദേവഗ്രസ്ഥിത വാഹനമായിട്ടുള്ള ദേവൻ്റെ ഏറ്റവും മുന്നിലിരിക്കുന്ന, യഥാർത്ഥത്തിൽ ദേവനോട് ചേർന്നിരിക്കുന്ന ദേവൻ്റെ അഗ്രസ്ഥിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നിലിരിക്കുന്ന ആ വാഹനത്തെ ആവാഹിച്ച് ഈ കൊടിക്കൂറയിലേക്ക് ലയിപ്പിച്ച ശേഷമാണ് ഈ കൊടിമരത്തിൽ
കൊടിമരത്തിൽ നേരത്തെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വാഹനത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ കൊടിക്കൂറയിലേക്ക് ഒരിക്കൽ കൂടി ദേവവാഹനത്തെ ആ ദേവ ചൈതന്യത്തിൽ നിന്ന് ആ ദേവൻ്റെ വാഹനത്തെ കൂടി ആവാഹിച്ച് ഈ കൊടിക്കൂറയിലേക്ക് സമ്മേളിപ്പിച്ചിട്ടാണ് ഉത്സവകാലത്ത് കൊടിയേറ്റം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. കൊടിയേറ്റത്തോടു കൂടിയാണ് ഉത്സവത്തിൻ്റെ ബാക്കി വൈശേഷികമായ ചടങ്ങുകളും ഒക്കെ നടക്കുന്നത്. ഒരു ദേവഗ്രസ്ഥിത വാഹനത്തെ മുകളിലേക്ക് ഉയർത്തി ആ ദേശത്ത് മുഴുവൻ ഈ ഉത്സവം കൊടിയേറി എന്നൊരറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഈ കൊടിയേറ്റത്തോടു കൂടി സാധാരണയായിട്ട് ചെയ്യുന്നത്. എന്തായാലും ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിലുള്ള വാഹനത്തെ കണ്ടാൽ ആ ക്ഷേത്രത്തിലെ ദേവൻ ഏതെന്ന് തിരിച്ചറിയാൻ ആ വാഹനത്തെ നോക്കിയാൽ നമുക്ക് സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദേവന്മാരുടെയും വാഹനത്തെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഏത് ദേവനാണോ എന്നോ ആദ്യമായി നമ്മൾ ചെല്ലുന്നൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലായില്ലെങ്കിലും ഈ വാഹനത്തെ നോക്കി ഇത് വിഷ്ണുവാണ് അല്ലെങ്കിൽ ശിവനാണ്, ദുർഗയാണ്, ശാസ്താവാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് കൂടി ഈ കൊടിമരം കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്രചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം പ്രസിദ്ധമാണ്. സൈനികരുടെ ഇഷ്ടമൂർത്തിയായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് ചരിത്ര പെരുമയുമുണ്ട്. തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം ഇന്ന് മദ്രാസ് റെജിമെന്റിന്റെ ഉടമസ്ഥതയിലാണ്. ഇവിടെ നിത്യനിദാന ചടങ്ങുകളെല്ലാം നോക്കി നടത്തുന്നതും മദ്രാസ് റെജിമെന്റാണ്. ആയിരത്തി 1757 തിരുവിതാംകൂർ സൈന്യത്തിൽ 30,000-ലേറെ നായർ ഭടന്മാർ ഉണ്ടായിരുന്നുവെന്നാണ് തിരുവിതാംകൂർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 10,000-ഓളം പേർ സ്ഥിരം സൈനികരും ബാക്കിയുള്ളവർ താൽക്കാലിക ഭടന്മാരുമായിരുന്നു. ആയിരത്തി 1809 തിരുവിതാംകൂർ സൈന്യത്തിലുണ്ടായ കലാപത്തെ തുടർന്ന് സൈന്യത്തെ മുഴുവൻ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അത്യാവശ്യങ്ങൾക്കായി 1-ാം നായർ ബറ്റാലിയനെയും ഏതാനും അശ്വാരൂഢ സേനകളെയും നിലനിർത്തി. എന്നാൽ റാണി ഗൗരി പാർവതിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് മറ്റൊരു നായർ ബറ്റാലിയനും പീരങ്കിപ്പടയ്ക്കും രൂപം കൊടുത്തു. ഇപ്പോൾ നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്നതിനടുത്തായിരുന്നു നായർ ബ്രിഗേഡിന്റെ ആസ്ഥാനം. 1836 നായർ ബ്രിഗേഡിന്റെ ഭടന്മാർക്ക് കന്യാകുമാരി ജില്ലയിലെ ആലുവാമൊഴി എന്ന സ്ഥലത്ത് വച്ച് പരിശീലനമുണ്ടായിരുന്നു. അവിടെ ഒരു ആലിന്റെ ചുവട്ടിൽ നിന്ന് ഭടന്മാരിൽ ചിലർ ഒരു ശിവവിഗ്രഹം കണ്ടെടുത്തിരുന്നു. പരിശീലനം കഴിഞ്ഞു വന്ന ഭടന്മാർ ആ വിഗ്രഹം പാളയത്തെ സൈനിക താവളത്തിൽ പ്രതിഷ്ഠിച്ചു. 1935 നായർ ബ്രിഗേഡ് രാജ്യസേനയായി അവരോധിക്കുകയും അവരുടെ ആസ്ഥാനം കൊട്ടാരത്തിന് അല്പമകലെയുള്ള പാങ്ങോട്ടേക്ക് മാറ്റുകയും ഉണ്ടായി. ഭടന്മാർ പാളയത്തെ ആസ്ഥാനത്ത് പൂജിച്ചാരാധിച്ച ഹനുമാൻ വിഗ്രഹവും ശിവപ്രതിഷ്ഠയും പാളയത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ജ്യോതിഷ പ്രവചനവും തദ്ദേശവാസികളുടെ എതിർപ്പും കാരണം ഹനുമാൻ വിഗ്രഹം അവിടെ തന്നെ നിലനിർത്തി. ഒടുവിൽ കോട്ടയ്ക്കടുത്ത് നായർ ബ്രിഗേഡ് ഭടന്മാർ ആരാധിച്ചിരുന്ന ഹനുമാൻ വിഗ്രഹം പാങ്ങോട് പ്രതിഷ്ഠിച്ചു.
മറ്റെല്ലാ ദേവതാ സങ്കല്പത്തിലെ പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ടെങ്കിലും പ്രമുഖ സ്ഥാനം ഹനുമാൻ സ്വാമിക്കായി മാറി. ശ്രീ ഹനുമാന്റെ മുഖ്യപ്രതിഷ്ഠ കൂടാതെ മഹാവിഷ്ണു, മഹാദേവൻ, മഹാഗണപതി, നാഗരാജാവ് തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ദഹനതപ്തസുവർണസമപ്രഭം ഭയഹരം ഹൃദയേ വിഹിതാഞ്ജലിം ശ്രവണകുണ്ടലശോഭിമുഖാംബുജം നമത വാനരരാജമിഹാദ്ഭുതം. പൂർണ്ണമായും ഇന്ത്യൻ കരസേനയുടെ നിയന്ത്രണത്തിലാണെങ്കിലും മദ്രാസ് റെജിമെന്റിൽ നിന്ന് വിരമിച്ച സൈനികരും ഹിന്ദു സമുദായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരും ചേർന്നാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ ആരാധന നടത്തുമ്പോഴും ക്ഷേത്രത്തിലെ പൂജകൾ കേരളീയ താന്ത്രിക വിധിപ്രകാരമാണ്. വൃത്തിയും അച്ചടക്കവും പാങ്ങോട് ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു.